ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നതും കഴിക്കണതൊക്കെ തന്നെയാണ് പൂരി. ആ പൂരിയുടെ റെസിപ്പി തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോണത്. കുറച്ച് പേർക്കെങ്കിലും പൂരി നല്ല പഫിയും അതേസമയം സോഫ്റ്റും ആയിട്ട് കിട്ടാറില്ല. പിന്നെ ചിലവർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി പ്ലാച്ചില പോലെ അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ കുറേ പേർക്ക് പൂരിയിൽ ഒരുപാട് എണ്ണ കുടിക്കേണ്ട എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. സാധാരണ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ലാതെ കുറച്ച് അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഈ പൂരി ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ഒരു ബൗളിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് റവയാണ്. റവ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചോളമാവ്, കോൺഫ്ലോർ എന്നൊക്കെ പറയില്ലേ അത്, പഞ്ചസാര, അടുത്തത് നെയ്യ്, വളരെ കുറച്ച് മതി, പിന്നെ ഉപ്പ്. നമ്മൾ ഗോതമ്പ് മാവിൽ റവ ചേർക്കണത് നമ്മൾ കുറച്ച് നേരം അത് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കണേ അഥവാ ചോളമാവ് ചേർക്കണത്. പിന്നെ പഞ്ചസാര നല്ലൊരു കളറ് കിട്ടാൻ, നെയ്യ് നല്ലൊരു മണവും നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനുമാണ്. ഇനി ഇത് നമ്മൾ വെള്ളം ഒഴിക്കണതിന് മുമ്പായിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ പുട്ടിനൊക്കെ ഞെരടില്ലേ അതേപോലെ എല്ലായിടത്തും ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പൂരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വക സാധനങ്ങളൊന്നും ചേർക്കാതെ തന്നെ വെറും ഗോതമ്പ് മാവ് ഉപ്പും ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലഫി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, ഇങ്ങനെ പൂരി നന്നായിട്ട് പൊങ്ങി വരില്ല, പിന്നെ അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടില്ല, സോഫ്റ്റ് ആയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഇനി ഞാനിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മാവ് ഒട്ടും ലൂസായി പോവരുത്, നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ അത്ര സോഫ്റ്റ്നെസ് വേണ്ട പൂരിക്ക്. നിങ്ങളുടെ ഫാമിലിയിൽ എത്ര ആൾക്കാരാണോ ഉള്ളത് അതിനനുസരിച്ച് മാവ് വേണം എടുക്കാൻ. മാവിനൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും. അങ്ങനെ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തത്. എനിക്ക് വേണ്ടി വന്നത് ഈ ഒരു കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവുമാണ്. നിങ്ങളുടെ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ ആവശ്യമായി വരിക. ഞാൻ ആശീർവാദിൻ്റെ ആട്ടയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു കണക്ക് പ്രകാരം അത് യൂസ് ചെയ്യണവർക്ക് ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഓരോ ഗോതമ്പ് പൊടിയിൽ വെള്ളം വലിച്ചെടുക്കണതിൻ്റെ അളവ് ഓരോ പോലെ ആയിരിക്കും. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെക്കണ പോലെ അരമണിക്കൂർ 1 മണിക്കൂറൊന്നും കുഴച്ച് വെക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് പരത്തി ചുടാൻ തുടങ്ങാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മസാല ആദ്യം ഉണ്ടാക്കിയ ശേഷം പൂരിക്ക് കുഴക്കണതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം അത് ഇരുന്ന് പോയി മാവ് ഒരുപാട് സോഫ്റ്റായി പോവും. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴയ്ക്കാം. ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ പൂരിയുടെ വലിപ്പം അതിനനുസരിച്ച് ഉരുളകൾ എടുക്കാം. പിന്നെ പൂരി പരത്താനായിട്ട് നമ്മൾ ഗോതമ്പ് മാവല്ല എടുക്കേണ്ടത്. മാക്സിമം നമ്മൾ ഇതിൽ ഡസ്റ്റ് ചെയ്യാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ചോളമാവ് അഥവാ കോൺഫ്ലോറാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഗോതമ്പ് മാവൊക്കെ എടുത്തു കഴിഞ്ഞാൽ എണ്ണയിൽ ആദ്യമൊക്കെ ചുടുമ്പോൾ നന്നായിരിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ ഓരോന്നായി ചുട്ട് വരുമ്പോൾ അത് അതിൻ്റെ പൊടികളൊക്കെ ആ എണ്ണയിലേക്ക് വീണ് അത് വേറൊരു പിന്നെയുള്ള പൂരികളൊക്കെ നന്നായിട്ട് കറുത്ത് വേറൊരു കളറായി പോവും. ഇനി നമുക്ക് പരത്താം. എപ്പോഴും പൂരി ചുട്ട ഉടനെ കഴിക്കണ തന്നെയാണ് നല്ലത്, നല്ല ചൂടോടെ തന്നെ. ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നിട്ട് ഒരുപാട് തിന്നാവാനും പാടില്ല. അങ്ങനെയാണ് പൂരിയുടെ ഒരു തിക്നെസ് എന്ന് പറയണത്. ഈവൺ ആയിരിക്കണം എല്ലാ ഭാഗത്തും. കണ്ടില്ലേ? ഒന്നും കൂടെ പരത്തി കാണിച്ചു തരാം. എനിക്ക് മാവിൻ്റെ ആവശ്യം വരാറില്ല, അല്ലാതെ തന്നെ ഞാൻ പരത്താറുള്ളൂ. മാവ് ഡസ്റ്റ് ചെയ്യാതെ പരത്താൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലോർ യൂസ് ചെയ്യാൻ പറഞ്ഞത്. അതില്ലാതെ ചെയ്താൽ അത്രയും നല്ലത്. ക്ലിയർ ആയിരിക്കും നമുക്ക് എണ്ണ.
അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ പൂരി ഇടാൻ പാടുള്ളൂ. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം, എന്നാലേ കറക്റ്റായിട്ട് എണ്ണയൊന്നും കുടിക്കാതെ വരുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പരത്തിയ പൂരിയിൽ ഹോൾസ് ഒന്നും ഇല്ലാതെ ഇരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പഫി ആയിട്ട് വരുള്ളൂ. നമ്മൾ പതുക്കെ പൂരി ഇട്ട് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ എണ്ണ തൂവി കൊടുത്തോണ്ടേ ഇരിക്കണം. എനിക്കിതിൽ അത്ര സ്പേസ് ഇല്ല, എന്നാലും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി അടിവശം നന്നായിട്ട് ചുവന്ന കളറായ ശേഷം മാത്രമേ നമ്മൾ മറിച്ചിടാൻ പാടുള്ളൂ, കണ്ടില്ലേ? അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൂരി ഇതാ റെഡിയായി, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണയുടെ ടെമ്പറേച്ചർ എപ്പോഴും ശ്രദ്ധിക്കണം. 2-3 പൂരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നല്ല ചൂടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. അങ്ങനെ മാറ്റി മറിച്ചും വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി അടുത്ത പൂരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭാഗം നന്നായിട്ട് കുക്കായ ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ മറിച്ചിടാൻ പാടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ ചീഞ്ചട്ടി ആണെങ്കിൽ അങ്ങനെ തൂവി കൊടുത്തിരുന്ന് കഴിഞ്ഞാൽ ഇൻ കേസ് അത് ഫ്ലഫിയായി വന്നില്ലെങ്കിൽ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, കറക്റ്റായിട്ട് വന്നോളും. ഇങ്ങനെ നല്ല ചൂടോടെ എടുത്താൽ മാത്രമേ അതിൽ എണ്ണ നിൽക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ ഇടുകയാണെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും പൂരി. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ പൂരി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, എണ്ണ ഒട്ടും തന്നെ കുടിച്ചിട്ടില്ല. അപ്പോൾ പൂരി ശരിക്കും കിട്ടാത്തവർ ഈ ഒരു രീതിയിലൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കൂ. അതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം അത് ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.